ബി.ജെ.പി പിന്തുണയിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് റിപ്പോർട്ട്. സുശീൽ മോദി ഉപമുഖ്യമന്ത്രിയായേക്കും. സത്യപ്രതിജ്ഞ ഞായറാഴ്ചയെന്നാണ് സൂചന. ബി.ജെ.പി എം.എൽ.എമാരുമായി സുശീൽ കുമാർ മോദി യോഗം ചേരും. JDU എം.എൽ.എമാരോട് വൈകിട്ട് പട്നയിലെത്താൻ നിർദ്ദേശം നൽകി. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെയൊക്കെ സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കുറെ കൂടി എനിക്ക് തോന്നുന്നു സ്ഥിരീകരിക്കാമെന്ന്. രാജ്ഭവനിലേക്ക് നിതീഷ് കുമാർ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അല്പസമയം മുൻപ് വാർത്ത വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച എന്നതാണോ? അങ്ങനെയെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താകും? സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? ബി.ജെ.പി പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു എന്നത് നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? അനുജ, ഈ ബീഹാറിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളത് അവ്യക്തമായി തന്നെ തുടരുന്നുണ്ട്. കാരണം പല നാടകീയ നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം സംഭവിച്ചത്. കോൺഗ്രസിനെയും RJDയെയും ഉന്നം വെച്ചുകൊണ്ടുള്ള നിതീഷ് കുമാറിന്റെ പല ആരോപണങ്ങൾ, അതിനുശേഷം ഇത്തരത്തിൽ ഡൽഹിയിലടക്കം പലതരത്തിലുള്ള ഈ ചർച്ചകൾ, NDA ക്യാമ്പിലേക്ക് JDU പോകുന്നു എന്നടക്കമുള്ള ചർച്ചകൾ നടന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അതായത് സുശീൽ കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് തന്നെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി വരികയാണ്. അവിടെ അപ്പോൾ BJP JDU സർക്കാരിലേക്ക് കൂടി മാറുകയാണ്. അതായത് മഹാഗഡ്ബന്ധനെ പിളർത്തിക്കൊണ്ട് JDU പൂർണ്ണമായും NDA ക്യാമ്പിലേക്ക് മാറുന്നു എന്നുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് ബീഹാറിലെ JDU അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ പറഞ്ഞിരിക്കുന്നത് ഈ വാർത്തകളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. മഹാഗഡ്ബന്ധനിലോ ഇന്ത്യ സഖ്യത്തിലോ ഒരു പ്രശ്നവുമില്ല. ഇന്ത്യ സഖ്യത്തിൽ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കുമെന്നുള്ളതാണ് ഈ JDU അധ്യക്ഷന്റെ പ്രതികരണം. ഈ പരക്കുന്ന വാർത്തകളിൽ സത്യമില്ല. ഈ MLA-മാരെ പാട്നയിലേക്ക് വിളിച്ചു എന്ന വാർത്തകൾ പോലും അദ്ദേഹം നിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അപ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. RJD തന്നെ പറഞ്ഞത്, ഈ ഉയരുന്ന വാർത്തകളിൽ, ഈ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ നിതീഷ് കുമാർ തന്നെ ഒരു പ്രതികരണം നടത്തണം എന്നുള്ളത് RJD ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ ബീഹാറിലെ റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ പോലും തേജസ്വി യാദവും നിതീഷ് കുമാറും മുഖം കൊടുക്കാതെ ഇരുന്നതൊക്കെ തന്നെ വലിയ വാർത്തകളായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ അതിന് വ്യക്തത വരുത്തേണ്ടത് നിതീഷ് കുമാർ ആണ് എന്നുള്ളത് RJD മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ രാജ്ഭവനിലെ അറ്റ് ഹോം പരിപാടിയിൽ നിതീഷ് കുമാർ പങ്കെടുക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയ ഭാവി എന്താണെന്നുള്ളത് ഇപ്പോഴും ചോദ്യമായി തന്നെ നിൽക്കുന്നു. അനുജ, ശരി, രാജ്ഭവനിലേക്ക് അദ്ദേഹം പുറപ്പെട്ടത് അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. ഏതായാലും അവിടെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, വളരെ നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷേ RJD നേതാക്കളോ അല്ലെങ്കിൽ JDU നേതാക്കളോ ഒന്നും ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല.